ഹലോ, വെൽക്കം ടു സിൻഡ ബൊട്ടിക്. ഇതേ കണ്ട അടുത്തൊരു സാരിയാണ് കേട്ടോ. കണ്ടി ഇങ്ങനെ ഉടുത്തുക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഇത് ഞാൻ 2 ലെയറിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. സാരി കോറ ഓർഗൻസയാണ്, സെമി ബനാറസി കോറ ഓർഗൻസ. നമ്മളൊക്കെ അല്ലേ ഓർഗൻസ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് പേടിയാണ്. ദൈവമേ, ഓർഗൻസ സാരി എങ്ങനെയാണ് കുറച്ചൊരു ഏജുള്ളവരെടുത്താൽ പിടിച്ചാൽ നിൽക്കുമോ, അനുസരണയുണ്ടോ? എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഒട്ടും അനുസരണയില്ലാത്തൊരു തുണിയായിട്ട് ഞാൻ കുറേ ഓർഗൻസേനെ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് ആദ്യമേ തൊട്ട് ഞാൻ എൻ്റെ ഒറ്റ വീഡിയോയിൽ നിങ്ങൾ ഈ മെറ്റീരിയലിൻ്റെ ഒരു സാരി കാണില്ല. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മെറ്റീരിയലാണ് എൻ്റെ മനസ്സിൽ കിടന്നിരുന്നത്. അതുകൊണ്ട് ഞാനും അത് എടുത്തിരുന്നില്ല കേട്ടോ. ഞാൻ പറയാറില്ല, ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ പർച്ചേസ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്രയും നോക്കിയാണ് ഓരോ സാരി ഞാൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പിടിച്ച ഒതുങ്ങാത്ത സാരി കുറച്ചും കൂടെ എന്നെക്കൂടെ ഏജിലുള്ളവർക്കും പിന്നെ അത്രയും നമ്മുടെ യൂത്ത് അങ്ങനെയുള്ളവർക്കാണ് ഓർഗൻസ പിന്നെ ഒതുങ്ങുന്നതെന്നൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. അപ്പോൾ സാരി ഇന്നലെ കൈ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ, ഇത് കുറച്ചൊക്കെ ഒരു അനുസരണയുള്ള തുണിയാന്നുള്ളത് കേട്ടോ. ഇതേ കണ്ട, ഇത് കോറ ഓർഗൻസയാണ്, അതായത് കോറ കോട്ടൺ ഇല്ലേ നമ്മുടെ, അതും അതിൻ്റെ ത്രെഡും ഓർഗൻസയുടെ ത്രെഡും ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന സാരിയാണ് ഈ കോറ ഓർഗൻസ വരുന്നത്. അപ്പോൾ ഈ കോട്ടൻ്റെ ഒരു പിടുത്തം ഉണ്ടായിരിക്കും, ഓർഗൻസയുടെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും. കണ്ടില്ലേ? ഇത് ഞാൻ 2 ലെയറിൽ ഇട്ടിരിക്കണം. കാരണം എന്താണെന്നറിയോ, നമ്മൾ പ്ലീറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് 2 എണ്ണം ഇട്ട് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്ലീറ്റഡ് ആവുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഒട്ടും അറിയില്ല. പ്ലീറ്റ് ചെയ്ത് വരുന്നതല്ലേ. ഞാൻ സിംഗിൾ ലെയറിലിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് മുന്താണി പോർഷൻ കണ്ടില്ലേ? ഇതേപോലത്തെ പല്ലു പോർഷൻ വരുന്നത് ടിഷ്യൂ വീവിങ് ആയിരിക്കും. പിന്നെ ഇത് ഈ കാണുന്നത് ബെൻഡെക്സ് ബോർഡറാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ബോർഡറാണ്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാ വീഡിയോയിലൊക്കെ ഇങ്ങനെ എല്ലാവരും പറയണ കേൾക്കാം. പിന്നെ ഈ ഒരു ബോർഡർ കാണുന്ന ലൈൻ സെറി ലൈനാണ് കേട്ടോ വരുന്നത്. സെറി ലൈൻ്റെ ബോർഡറാണ്, ത്രെഡ് അല്ല കേട്ടോ. സെറി കൊടുത്തിരിക്കുന്നത്, അതായത് തിളക്കളൊരു ഇതിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഫുൾ ബോഡി സെറി ത്രെഡിൽ വീവ് ചെയ്തിരിക്കുന്നതാണ് ഫുൾ ബോഡിയിൽ. ഇതൊക്കെ ഇങ്ങനത്തെ ത്രെഡ് വീവിങ് ആണ് വരുന്നത്. ഈ ബോർഡറിങ് പോർഷനിലുണ്ടല്ലോ, ഇത് സാറ്റിൻ ബോർഡറാണ് വരുന്നത്. സാറ്റിനാണ് ക്ലോത്ത്, അതിലാണ് ഈ ബെൻഡെക്സ് ബോർഡർ വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് സാറ്റിൻ ബോർഡർ വരുന്നത് കോറ ഓർഗൻസയിൽ. ഇത് പ്ലെയിൻ ആണ് ബോർഡർ വരുന്നത്. കുറച്ചും കൂടെ റേറ്റ് കൂടിയ സാരിയിൽ ഈ ബോർഡറിൽ സെൽഫ് പ്രിന്റ് വരും കേട്ടോ. അതിൻ്റെ സാരി അടുത്ത് വരുവേ, അത് ഞാൻ പറഞ്ഞു. സെൽഫ് പ്രിന്റിൽ വരും ഈ ബോർഡർ കേട്ടോ, സാറ്റിനിൽ. പറഞ്ഞത് അങ്ങനത്തെയാണ് ട്രെൻഡ്. അപ്പോൾ സാറ്റിൻ ബോർഡർ വന്നിട്ടുള്ളതാണ്. ഇത് പ്ലെയിൻ ആണ്, സെൽഫ് പ്രിന്റിൻ്റെ സാരീസും ഉണ്ട്. ബോർഡർ ഞാൻ പറയുന്നതാണ് സാറ്റിൻ ബോർഡർ വരുന്നതിൻ്റെത് കേട്ടോ. പിന്നെ മുന്താണി പോർഷൻ ഇങ്ങനെ വരും, ചെറിയൊരു ടാസിൽ ചെയ്തിട്ടാണ് അവർ ഇത് കണ്ടോ, ടാസിൽ ഫിനിഷ് ചെയ്തിരിക്കണോ മുന്താണി പോർഷൻ വരുന്നത്. ഈ ബ്ലൗസ് പീസ് വരുന്നത് ഈ ടിഷ്യൂ ഭാഗമല്ലേ നമ്മുടെ പല്ലു പോർഷൻ്റെ ഈ കളറാണ് ഒരു ബ്ലൗസ് പീസ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇങ്ങനെ വരും. ഇതേപോലെ ബെൻഡെക്സ് ബോർഡർ വരും, ആ ഫുൾ ബോഡിയിൽ ആ ഡോട്ട് വരും. ഈ മുന്താണി ഭാഗമാണ് ബോർഡറായിട്ട് വരുന്നത്. കണ്ടില്ലേ? ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. റേറ്റ് വരുന്നത് 1500 ഫ്രീ ഷിപ്പിംഗ് ആണ്. ഞാൻ പറഞ്ഞു ഇത് സെമി ഓർഗൻസയാണ്, സെമി കോറ ഓർഗൻസയാണ്. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ സിംഗിൾ ലെയറിലിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ, അതുകൊണ്ടാണ്. സിംഗിൾ ലെയർ എന്ന് പറയുമ്പോൾ ഇതേപോലെ വരും. ഇതാണ് നമ്മൾ സിംഗിൾ ലെയറിൽ ഇടും. അത് ഞാൻ പറഞ്ഞു ഓർഗൻസയുടെ ട്രാൻസ്പെറൻസി വരും. ഒതുങ്ങിയൊക്കെ നന്നായി നിൽക്കുമോ, ട്രാൻസ്പെറൻ്റ് ആണ് സാധനം. കണ്ടില്ലേ? ഇനി പ്ലീറ്റ് ചെയ്ത് ഇടുന്നവർക്കാണെങ്കിൽ സാരി നമ്മൾ വിചാരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് പൊന്തി നിൽക്കുമോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് ഞാൻ പ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സാരി ഒട്ടും പൊന്തിയൊന്നും നിൽക്കില്ല, നന്നായി പ്ലീറ്റ് ഒതുങ്ങി നിൽക്കുവേ. ഈ ആകെ കൂടെയുള്ള ഒരു പ്രശ്നം നമുക്ക് വരുന്നത് ട്രാൻസ്പെറൻസിയിലാണ് കേട്ടോ. അത് പ്ലീറ്റ് ഇങ്ങനെ ഒത്തിരി കുറേ 7-8 പ്ലീറ്റൊക്കെ കണ്ടില്ലേ സെൻറ്ററിൽ ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ സാരിയുടെ ഇത് കണ്ട ഒട്ടും പൊന്തി നിൽക്കില്ല, നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. ഇത് കണ്ട നിൽക്കുന്നുണ്ടോ സാരി? കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ സാരി കാണാനായിട്ട്. ചെയ്തൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ പ്ലീറ്റ് ചെയ്തും വരും. ഇനി 2-3 പ്ലീറ്റ് എടുക്കുന്നവർക്ക് ഇതേ കണ്ടില്ലേ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പ്ലീറ്റ് വരുമ്പോൾ ഇതൊന്നും ട്രാൻസ്പെറൻ്റ് അല്ല. സിംഗിളായിട്ട് ഫ്ലെയർ ചെയ്ത് ഇങ്ങനെ ഇടുന്നവർക്കാണ് ഇത് ട്രാൻസ്പെറൻസി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണ് നമ്മൾ വരുന്നത്. ഇതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു ബ്ലൗസ് വരും. ഇതേ കണ്ടില്ലേ?
നമ്മുടെ ഒരു ബ്ലൗസ് ഇതേപോലെ വരും അടിയിൽ. അപ്പോൾ ഇത്രയും ഫ്ലെയറിൽ ഇടുന്നവർക്കാണെങ്കിൽ ട്രാൻസ്പെറൻസി അത്രയും ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ സാധനം. കുറേ ഓർഗൻസയാണേ, അതാണ് ഞാനീ പറയണത്. അതല്ല ഒത്തിരി പ്ലീറ്റ് ചെയ്ത് 7-8 എണ്ണമൊക്കെ ഇങ്ങനെ പ്ലീറ്റ് ഫ്രണ്ടിൽ പ്ലീറ്റ് ചെയ്തൊക്കെ ഇടുന്നവർക്കാണെങ്കിൽ ഇതൊരു പ്രശ്നമല്ല. നല്ല സ്റ്റൈലൻ സാരിയാണ്, നന്നായി ഒതുങ്ങി നിൽക്കും, നല്ല രസത്തിൽ നിൽക്കും. നമ്മൾ ഇതേപോലെ എടുക്കുന്ന അതേപോലെ നിൽക്കും. ഇത് കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു മുന്താണി പോർഷനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോഴും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണേ. 1500 രൂപയാണ്. ഞങ്ങൾ ഷോപ്പ് നിൽക്കുന്നത് വരാപ്പുഴ മാർക്കറ്റ് റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തൊട്ട് സ്ഥലം ഞങ്ങളുണ്ട് കേട്ടോ. ഇവിടെ പോരെ ഇതേപോലത്തെ സാരീസും ഇതിൻ്റെ കളക്ഷൻസും ഞാൻ പറഞ്ഞില്ല എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സാരീസാണ് കേട്ടോ വരുന്നത്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതായത് 2000 ബിലോ 2000 ആണ് എല്ലാം റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ കളക്ഷൻ ഉണ്ട്. ചുരിദാറിൻ്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് റേറ്റ് കൂടുന്നതായിരിക്കും കേട്ടോ. അത് നമുക്കറിയാം. നല്ല തന്നെ ചുരിദാറിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത് അനുസരിച്ചാണ് അല്ലേ ചുരിദാറിൻ്റെ വിലയൊക്കെ കൂടുന്നത്. 2.5 മീറ്റർ ടോപ്പ് ബോട്ടം ദുപ്പട്ട എന്നൊക്കെ പറഞ്ഞാൽ നല്ല റേറ്റിൽ ചുരിദാർ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടും. പക്ഷേ സാരീസൊക്കെ ബിലോ 2000 ആണ്. എല്ലാം ഇതേപോലത്തെ നല്ല നല്ല അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സാരീസും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. നമുക്ക് ഒതുങ്ങും, പക്ഷേ നല്ല ഒരു ലുക്ക് കിട്ടുന്നത്. അത്യാവശ്യം ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ നല്ല രീതിയിലൊക്കെ വെയർ ചെയ്ത് നന്നായി ഡ്രസ്സ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല നമ്മുടെ ഈ റേറ്റ് സാരിയിൽ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. ഇത് നന്നായി പ്ലീറ്റ് ചെയ്തൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിലൊക്കെ പോകുന്നത്. നമ്മൾ ചില ടീച്ചേഴ്സിനെ കണ്ടിട്ടില്ലേ നല്ല ഭംഗിയിലൊക്കെ ഉറിഞ്ഞെടുത്ത് നല്ല സ്റ്റൈലിലൊക്കെ പോകുന്നത്. അവർക്കൊക്കെ പറ്റി നല്ല അടിപൊളി സാരി കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്, മജന്ത ഷെയ്ഡാണ്. ഞാൻ പറയാൻ പറഞ്ഞത് നല്ലൊരു മജന്ത ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. ഇതേപോലത്തെ ഒരു മുന്താണിയൊക്കെ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ടിഷ്യൂ ആണ് അതിൻ്റെ ബ്ലൗസ് പീസ് അവർ തന്നിരിക്കുന്നത്. സെയിം ഡോട്ട്സ് ഒക്കെ ഉള്ള ബ്ലൗസ് പീസാണ് കേട്ടോ. ആരും മിസ് ചെയ്യണ്ട, പെട്ടെന്ന് പർച്ചേസ് ചെയ്തു. താങ്ക് യു.